നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ ഉടൻ നിയമിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. കേരള സ്റ്റേറ്റ് CBSE ക്ലസ്റ്റർ 10 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്റ്റേറ്റ് മെഡൽ നേടിയ അനുപമ വി ജോയിയെ അനുമോദിച്ചു. സാംസ്കാരിക സിനിമ ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന് സ്വീകരണം നൽകി TCC. ട്രെയിനിന് മുന്നിൽ ചാടി പുത്തൂർ പൊന്നൂക്കര സ്വദേശി 61 വയസ്സുള്ള ശശാങ്കൻ മരിച്ചു. വാർത്തകൾ വിശദമായി. സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ ഉടൻ നിയമിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുണ്ടറ കസ്റ്റഡി മർദ്ദനത്തിൽ ആരോപണ വിധേയനായ പോലീസുകാരനെതിരെ നടപടിയുണ്ടായി. അന്വേഷണം നടക്കുന്ന സമയത്ത് പ്രതികരണം നടത്താൻ തയ്യാറല്ല. ആക്ഷേപത്തിന് വിധേയനായ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനും മോശം പെരുമാറ്റം നടത്തിയിട്ടുണ്ട്. പൊതുയുഗയാത്ര കുണ്ടറയിൽ വന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചയാളാണ് ഇയാൾക്കെതിരെ പരാതി മുൻപുമുണ്ടായിരുന്നു. ഉത്സവപ്പറമ്പിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഒരാളെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. മോശം പെരുമാറ്റം നടത്തിയിട്ടുള്ള ആളാണ്. കസ്റ്റഡി മരണത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയാണ്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും മികച്ച ആളുകളെയും ഉചിതമായ ആളുകളെയും കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രോസസ്സാണ്. അതിൻ്റെ അന്തിമഘട്ടത്തിൽ അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ, വരും ദിവസങ്ങളിൽ തന്നെ സംഗീത നാടക അക്കാദമിക്കും, തൃശ്ശൂരക്കാരൻ പറയുകയാണെങ്കിൽ സാഹിത്യ അക്കാദമിക്കും, ലളിതകലാ അക്കാദമിക്കും, അതുപോലെ ഫോക്ലോർ അക്കാദമിക്കും, ചലച്ചിത്ര അക്കാദമിക്കും, ചലച്ചിത്ര വികസന കോർപ്പറേഷനും അങ്ങനെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ, അതിൻ്റെ അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ, ഭരണസമിതി ഒക്കെ വരും. ഇത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിലേറ്റവും ഉചിതമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തണം. അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഈ വരും ദിവസങ്ങളിൽ തന്നെ അക്കാദമികളുടെ ചുമതലയിലേക്ക് ആളുകൾ. അക്കാദമികളുടെ ഒരു വിഷൻ എന്താ ഇപ്പോൾ പുതിയത്, പ്രത്യേകിച്ച് പുതിയ സർക്കാർ വന്ന ശേഷം? അക്കാദമികളിൽ പലതും ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ അക്കാദമികൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, താൽക്കാലിക നിയമനങ്ങൾക്ക് ആൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾ നമുക്ക് വേണം. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ കാര്യമില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റ്ഫോക്ക് നടക്കണം, ജനുവരിയിൽ അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം നടക്കണം. ഞാൻ ചില വാർത്തകൾ തന്നെ മാധ്യമപ്രവർത്തകർ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. എൻ്റെ ശ്രദ്ധയിലും പെട്ടിരുന്നു. ഒരു അനിശ്ചിതത്വം അക്കാര്യത്തിലില്ല. ഇറ്റ്ഫോക്ക് തീരുമാനിച്ച സമയത്ത് തന്നെ ആ ഇറ്റ്ഫോക്ക് നടത്താനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളുടെ കാര്യം ഞാൻ അക്കാദമിയിൽ പോകുന്നുണ്ട്, ആദ്യം നിങ്ങളോട് പറയുകയാണ്. എന്ന് മാത്രമല്ല, പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വമാണ് ഇറ്റ്ഫോക്കിനെ എപ്പോഴും പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. സർക്കാരിന് സാമ്പത്തിക സഹായം ഉണ്ടാകുമോ ഇല്ലയോ? ഞാൻ ഒരു കാര്യം ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചലച്ചിത്രമേളയ്ക്ക് എപ്പോഴും ഒരു തുക സർക്കാർ സ്ഥിരമായി നൽകാറുണ്ട്. ഇറ്റ്ഫോക്കിന് ഓരോ വർഷവും സർക്കാരിൻ്റെ ഉത്തരവ് കാത്തിരിക്കുകയാണ്. അത് അടുത്ത ബഡ്ജറ്റ് മുതൽ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഈ വർഷം ഇറ്റ്ഫോക്കിൻ്റെ നടത്തിപ്പിനായിട്ട് 2 കോടി രൂപ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അനുവദിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ആദ്യമായിട്ട് അറിയിക്കുക. എന്തിനാണ് ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വത്തിൻ്റെയും കാര്യം ഇനിയില്ല. ഇറ്റ്ഫോക്ക് കേരള സ്റ്റേറ്റ് CBSE ക്ലസ്റ്റർ 10 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്റ്റേറ്റ് മെഡൽ നേടിയ അനുപമ വി ജോയിയെ അനുമോദിച്ചു. അണ്ടർ 14 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഷോട്ട് പുട്ടിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി പഞ്ചാബിൽ നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ മലാക്ക കല്ലുംകൂട്ടം സ്വദേശികളായ നെടുമറ്റത്തിൽ വിജോയയുടെയും ഷിൻഡു വിജോയയുടെയും മകളും പൊങ്ങണംകാട് സെന്റ് എലിസബത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയുമായ അനുപമ വി ജോയിയെ തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭവനത്തിൽ ചെന്ന് ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉപഹാരം നൽകി അനുമോദിച്ചു.
ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, കെ ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, AR കൃഷ്ണൻകുട്ടി, EG ജോജു, KR സന്ദീപ്, അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ, വിനോദ് മാടവന, വറീദൻജെ, വിനീഷ് എന്നിവരും പങ്കെടുത്തു. പ്രിയമുള്ള സഹപ്രവർത്തകരെ, CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അതിന്റെ ഭാരവാഹികളായ കൺവീനർ ശ്രീ കുട്ടൻ മച്ചാട്, തെക്കങ്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ കെ ചന്ദ്രശേഖരൻ, പഞ്ചായത്ത് അംഗം ശ്രീ തോമസ് പുത്തൂർ, തെക്കങ്കര ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ AR കൃഷ്ണൻകുട്ടി, ശ്രീ ജോജു, ശ്രീ കൊച്ചുപോൾ സന്ദീപ്, ശ്രീ അഖിൽ സാമുവൽ, ശ്രീ വിനോദ് മാടവന ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള സുഹൃത്തുക്കളെ, സംസ്ഥാന തലത്തിൽ CBSE Under 14 ഷോട്ട് പുട്ട് മത്സരത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി പഞ്ചാബിൽ നടക്കുന്ന നാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ അർഹത നേടിയിട്ടുള്ള നെടുമറ്റത്തിൽ ബിജോയിയുടെ മകൾ അനുപമ ബിജോയിയെ അനുമോദിക്കാനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിരവധിയായ മത്സരങ്ങളിൽ ഇതുപോലെ അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ബിജോയി മികച്ച ഒരു കോച്ച് കൂടിയാണ്. ഈ കുടുംബം തന്നെ അത്ലറ്റിക്സിലും മറ്റ് ഇനങ്ങളിലൊക്കെ മികച്ച രീതിയിൽ നിരവധിയായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ മെഡലുകൾ കരസ്ഥമാക്കിയ ഒരു കുടുംബമാണ്. ശ്രീ ബിജോയിയും ബിജോയിയുടെ ഭാര്യ ഷിൻഡു ബിജോയിയും മകൻ അലക്സും മകൾ അനുപമയും അതുപോലെ തന്നെ അൽബിനും ഒക്കെ തന്നെ അവർക്ക് അവരുടേതായ പ്രായത്തിലുള്ള മത്സരങ്ങളിലൊക്കെ നിരവധിയായിട്ടുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കിയവരാണ്. തീർച്ചയായും ഈ നാടിന് തന്നെ ഏറെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായും നമ്മെ പോലുള്ള എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തായിരുന്നാലും ശരി, ഇനി അങ്ങോട്ടും നിരവധിയായിട്ടുള്ള മത്സരങ്ങളിൽ ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കൈവരിക്കാൻ അനുഭവിക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓരോ അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെല്ലാം അനുമോദിക്കാനും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരെ ആശംസിക്കാനും ഒക്കെ ഇതുപോലെ നിരവധിയായ അവസരങ്ങളിൽ ഈ ട്രസ്റ്റ് നേതൃത്വം കൊടുത്തു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും ബിജോയിയുടെ കുടുംബവും അതോടൊപ്പം തന്നെ അനുപമ ബിജോയിക്കും നിരവധിയായിട്ടുള്ള വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. സാംസ്കാരിക സിനിമ ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന് സ്വീകരണം നൽകി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഷാൾ അണിയിച്ചു. MLA രാജൻ പല്ലൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയേൽ, രാജേന്ദ്രൻ അരങ്ങത്ത് എന്നിവർ പങ്കെടുത്തു. പിറ്റേ ദിവസം ഓണാഘോഷ പരിപാടിയുടെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മീറ്റിംഗ് ഉണ്ടായത് കാരണം എനിക്ക് ഒഴിവാക്കാൻ പറ്റാതെ പോകണമെന്നുള്ളതുകൊണ്ട് എന്നാൽ മാധവനെ കാണണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പുലർച്ചെ വെളുപ്പിലെ വന്നിട്ട് വെളുപ്പിലെ തന്നെ തിരിച്ചു പോയത്. പിന്നെ ഔദ്യോഗികമായിട്ട് ഇന്നാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. തീർച്ചയായും ഇവിടെ തൃശ്ശൂര് എൻ്റെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ്. മറ്റു വകുപ്പുകളുടെ ആസ്ഥാനങ്ങൾ എല്ലാം തൃശ്ശൂർ ജില്ലയിലാണുള്ളത്. ഇപ്പം സാംസ്കാരിക വകുപ്പിന്റെ ഒരു തലസ്ഥാനം പ്രധാന സ്ഥാപനങ്ങളെല്ലാം ഉള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇവന്റുകൾ നടക്കുന്നത് ഞാൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ ഇറ്റ്ഫോക്ക് അടക്കം നടക്കുന്നത് ഇവിടെയാണ്. തൃശ്ശൂർ പൂരവും പുലികളിയും എല്ലാം കേരളത്തിന്റെ സാംസ്കാരിക മൂലധനങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റലാണ്. അപ്പം അതുകൊണ്ട് വളരെ പ്രാധാന്യം ഈ വകുപ്പിനുണ്ട്. എല്ലാവരുടെയും പിന്തുണയും സഹായവും ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും ഉപദേശവും നിർദ്ദേശവും
ട്രെയിനിന് മുന്നിൽ ചാടി പുത്തൂർ പൊന്നൂക്കര സ്വദേശി 61 വയസ്സുള്ള ശശാങ്കൻ മരിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് മുന്നിലേക്ക് ചാടിയാണ് ഇദ്ദേഹം മരിച്ചത്. ട്രെയിൻ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിനിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇയാൾ ചാടുകയായിരുന്നു. പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രന് തൃശൂരിൽ സംഗീത സ്മാരകം നിർമ്മിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് തൃശൂരിൽ പി ജയചന്ദ്രന്റെ വീട് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക വകുപ്പിന്റെ ആസ്ഥാനമായ തൃശൂരിനെ കൾച്ചറൽ ടൂറിസം സിറ്റിയായി വികസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രമുഖ അക്കാദമികൾ തൃശൂരിലുണ്ട്. അവയുടെ വികസനത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. അക്കാദമികളുടെ തലപ്പത്ത് ഭാരവാഹികളെ നിയമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജയചന്ദ്രന്റെ ഭാര്യ ലളിത, മകൾ ലക്ഷ്മി എന്നിവരാണിപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിൽ താമസം. രാജൻ പല്ലൻ MLAയും ജില്ലാ കോൺഗ്രസ് നേതാക്കളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഒല്ലൂർ പ്രസ് ക്ലബ് മുൻ സെക്രട്ടറിയും തൃശൂരിലെയും ഒല്ലൂരിലെയും സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന ഗോപാലേട്ടൻ നിര്യാതനായി. ദീർഘകാലമായി മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായി നിന്നുകൊണ്ട് നാടിന്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്ത വ്യക്തിത്വമായിരുന്നു. വെറുമൊരു മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി സ്നേഹനിധിയായ ഒരു ജ്യേഷ്ഠ സഹോദരനും അടുത്ത സുഹൃത്തുമായിരുന്നു അദ്ദേഹം. ഒല്ലൂരിലെ മാധ്യമ കൂട്ടായ്മയ്ക്കും പൊതുസമൂഹത്തിനും നികത്താനാകാത്ത വലിയൊരു നഷ്ടമാണ് ഗോപാലേട്ടന്റെ വേർപാട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. പ്രിയപ്പെട്ട ഗോപാലേട്ടന്റെ വേർപാടിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ മാധ്യമപ്രവർത്തകർ പങ്കുചേർന്നു. പ്രിയ ഗോപാലേട്ടന് CTV ന്യൂസിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തൃശൂരിനെ കൾച്ചറൽ ടൂറിസം സിറ്റിയാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സാംസ്കാരിക വകുപ്പിന്റെ ആസ്ഥാനമായ തൃശൂരിനെ കൾച്ചറൽ ടൂറിസം സിറ്റിയായി വികസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിയ വിഷ്ണുനാഥിനെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള പ്രമുഖ അക്കാദമികൾ തൃശൂരിലാണ്. അവയുടെ വികസനത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. അക്കാദമികളുടെ തലപ്പത്ത് ഭാരവാഹികളെ ഉടൻ നിയമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നേതാക്കളായ രാജൻ പല്ലൻ MLA, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, MP ജാക്സൺ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ, CO ജേക്കബ്, സിജോ കടവിൽ, KH ഉസ്മാൻ ഖാൻ, TV ചാർലി, AB ജോർജ്, KB ജയറാം, ഷാഹിദ റഹ്മാൻ, KP രാധാകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ധനക്കുറവ് ജനക്ഷേമ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കി പ്രതിപക്ഷ ആരോപണത്തിന് മറുപടിയുമായി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്. സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള ഫണ്ട് കുറവ് കാരണം പഞ്ചായത്തുകളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണെന്ന് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രശ്നം നേരിടാനാണ് പഞ്ചായത്ത് പ്രമേയം അവതരിപ്പിച്ചത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പ്രധാനപ്പെട്ട ആരോപണങ്ങളും മറുപടിയും. വൻ ധനക്കുറവ്. ബ്ലോക്കിലെ 4 പഞ്ചായത്തുകളിലായി 6 കോടി രൂപയുടെ കുറവുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രം 1,34,78,000 രൂപ വിതരണം ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ലഭിക്കേണ്ടതാണിത്. പദ്ധതികൾ മുടങ്ങുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കാരണം ഫണ്ട് ലഭിക്കുന്നതിൽ കാലതാമസമുണ്ട്. വിദ്യാഭ്യാസം, വയോജനക്ഷേമം, ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനും സാധിക്കാത്ത അവസ്ഥയിലാണ്. പല പദ്ധതികളും നിലച്ചിരിക്കുകയാണ്. പ്രമേയം അത്യാവശ്യമായിരുന്നു. ഈ സാഹചര്യം മനസ്സിലാക്കി അടിയന്തര പ്രാധാന്യത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രമേയം അവതരിപ്പിച്ചുവെന്ന് അവർ പറഞ്ഞു. ഭരണപ്രതിപക്ഷാംഗങ്ങൾ പ്രമേയത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി പിന്തുണച്ച് പാസാക്കി. പ്രമേയം പാസാക്കിയ ശേഷം പുറത്തുപോയി ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ഗുണഭോക്താക്കൾക്ക് ആശ്വാസം. ബ്ലോക്ക് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഇപ്രാവശ്യം നൽകുന്നതിനുള്ള തുക ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വന്തം പദ്ധതിയിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. സർക്കാരിന്റെ നിവേദനം നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനവും പ്രമേയവും നൽകിയിട്ടുണ്ടെന്ന് ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, മെമ്പർ PS അഖിൽ എന്നിവരും പങ്കെടുത്തു. 7.5 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിലുള്ള കുറവാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇത് ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം, ബ്ലോക്ക് പഞ്ചായത്തിനെ, വിവിധ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ടാണ് സംഭവിക്കാൻ കാരണമായിട്ടുള്ളത്. മുൻ സർക്കാരുകൾ ഏതുതന്നെ ആയാലും അവസാന ഗഡു മാർച്ച് മാസത്തിൻ്റെ അവസാന നാളുകളിലാണ് മിക്കവാറും നൽകി വരാറുള്ളത്. ഇപ്രാവശ്യം അത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ അവസാന ഗഡു നമുക്ക് ലഭിക്കാനായിട്ടില്ല. തുടർന്ന് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ലഭിക്കേണ്ട ആദ്യ ഗഡു ഇതുവരെയും ലഭിക്കാത്തതും, അതേപോലെ തന്നെ പദ്ധതികൾ റിവിഷനുകൾ നടത്തി
വിവിധങ്ങളായ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിനും നമുക്ക് സാധിക്കാതെ വന്നിരിക്കുകയാണ്. ലഭിക്കേണ്ട തുക ഗ്രാമപഞ്ചായത്തിന് അത്യന്താപേക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. ICDS മേഖലയിലുള്ളത്, വിദ്യാഭ്യാസ മേഖലയിലെ SSK വിഹിതമടക്കമുള്ള കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിലെ പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനങ്ങൾക്ക്, വയോജന ക്ഷേമം അടക്കമുള്ള നിരവധിയായ വിഷയങ്ങൾക്ക് നമുക്ക് നടത്തേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇതുമൂലം തടസ്സം വന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലെ കരാർ തൊഴിലാളികൾക്ക് മാസങ്ങളായി വേതനം പോലും മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം അടിയന്തര പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആവശ്യമല്ല അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ളൊരു പ്രമേയം അവതരിപ്പിക്കുകയും അതിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസങ്ങളില്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇത് ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഗഡു വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ആ ഗഡു കൂടി ചേർത്ത് ഇപ്രാവശ്യം വിതരണം തരണം എന്നുള്ളതല്ല. ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതം അതെന്ത് തന്നെയായാലും, എത്ര കുറവ് തന്നെയായാലും അത് അനുവദിച്ച് അതിന്റെ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള സാങ്കേതികപരമായ തടസ്സങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഇപ്പോൾ പ്രശ്നം. അപ്പോൾ ഒരു വലിയ പരിധി വരെ ഒരു 3/4 ഭാഗം പരാതികളും നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. നമ്മുടെ PMAY ഭവന പദ്ധതികൾ, ലൈഫ് ഭവന ഗുണഭോക്താക്കൾ, SC വീട് റിപ്പയറിംഗ് ചെയ്ത ഗുണഭോക്താക്കൾ, ഇവർക്കൊക്കെയുള്ള വിഹിതങ്ങൾ നൽകാൻ സാധിക്കാതെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബജറ്റ് വിഹിതത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് മാറുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധിയോ മറ്റുള്ള വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചാൽ കൂടി അനുവദിച്ച തുക അത് എത്ര തന്നെ കുറവായാലും അത് അടിയന്തരമായി അനുവദിക്കുകയും അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് കടക്കാൻ ഗ്രാമപഞ്ചായത്തുകളെ, ബ്ലോക്ക് പഞ്ചായത്തുകളെ, ജില്ലാ പഞ്ചായത്തുകളെ സാധിക്കുമാറ് അതിന്റെ സാങ്കേതികപരമായ തടസ്സങ്ങൾ മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. കാർഷിക മേഖലയിൽ നമ്മുടെ വിളവ് മുരടിക്കും, വിളവ് ഉൽപാദനം നന്നേ കുറയും. അപ്പോൾ അത് ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ഒല്ലൂക്കര ബ്ലോക്കിലെ 4 പഞ്ചായത്തുകളിലും ഇത്തരം പ്രൊജക്റ്റുകൾ വെക്കാൻ കഴിയാത്തത് വഴി, നടപ്പാക്കാൻ കഴിയാത്തത് വഴി നമ്മുടെ മൊത്തം കാർഷിക മേഖല ഉൾപ്പെടെ പശ്ചാത്തല മേഖല ഉൾപ്പെടെ വരുന്ന ഒരു മുരടിപ്പ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസനത്തിന് വലിയ ഒരു തടസ്സം സൃഷ്ടിക്കുമെന്നതുകൊണ്ട് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാകുന്നത്. എന്നാൽ പാസ്സായി കഴിഞ്ഞ് പുറത്തുപോയി അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും രാഷ്ട്രീയവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള ഒരു സുഹൃത്ത് അത് കൊടുത്തിട്ടുള്ളത്. അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയും. കാരണം ഇവർ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ പ്രമേയം പാസ്സാകുന്നത്. എല്ലാവരും തന്നെ ചർച്ചയെ അനുകൂലിച്ച് മാത്രമാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്. ചിലർ നിശബ്ദരായിരിക്കുകയും ചെയ്തു. ഇവിടെ നിശബ്ദത പാലിക്കുകയും പുറത്തുപോയി വലിയ ഘോര പ്രസംഗം നടത്തുന്നതും കേവലം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ സത്യസന്ധതയോ ആത്മാർത്ഥതയോ ഇല്ല. കാരണം ഇവിടെ വേണമെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ വസ്തുതാപരമായിട്ട് അവർക്കൊരു വിയോജനം ഇവിടെ രേഖപ്പെടുത്താമായിരുന്നു. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി.
പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. കരുമത്ര വരടൻചിറ കർഷക സമിതി 37ാം വാർഷികം വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ ഒ ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് കമ്മു മണി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അഞ്ജലി, വാർഡ് മെമ്പർ സജിത മനോജ് എന്നിവർ ആശംസകൾ അറിയിച്ചു. സരള മൂർക്കനാട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ ബാലനാണ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചത്. സെക്രട്ടറി പോൾ നീണ്ടുശ്ശേരി സ്വാഗതവും ബാലകൃഷ്ണൻ ഇടമന നന്ദിയും അറിയിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് നടന്നു. പലതരത്തിലുള്ള പാമ്പ് പോലെയുള്ള ജീവികൾ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ കാണാൻ നമുക്ക് ആദ്യം കഴിയേണ്ടത്. പല ആളുകൾക്കും പല അപകടങ്ങളും പതിയിരിക്കുന്ന പല അപകടങ്ങളും വരുന്നത് കാഴ്ചക്കുറവ് കൊണ്ടാണ്. അപ്പോൾ ആ കാഴ്ചക്കുറവ് ഇന്ന് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച വരടൻചിറയുടെ ഈ സമിതിയെ ഞാൻ പ്രത്യേകം ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. രണ്ടാം ഘട്ടം നമ്മളിവിടെ ചെയ്യുന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള ചെക്കിംഗ് ആണ്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ഭാഗമാണ്. മനുഷ്യന് പ്രഷർ എപ്പോഴും കൂടുന്നു, ഷുഗർ എപ്പോഴും കൂടുന്നു. ഇത് രണ്ടും സംഭവിച്ചാൽ നമുക്ക് വലിയ പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പോകുന്ന പുലിക്കളിക്ക് ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്. സീതാറാമിൽ ദേശം പുലിക്കളി സംഘാടക സമിതി ഓഫീസ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുലിക്കളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ധനസഹായം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് MLA നിവേദനം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സാംസ്കാരിക മൂലധനമാണ് പുലിക്കളി. തൃശൂർ പൂരവും സാംസ്കാരിക മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യവും ചെയ്യും. പുലിക്കളി കലാകാരന്മാർ ഒരുപാട് പണം ചിലവഴിച്ചാണ് ഈ മേഖലയിൽ നിൽക്കുന്നത്. സർക്കാർ ധനസഹായം വർദ്ധിപ്പിക്കാൻ അവരുടെ ചെലവിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ആവുകയുള്ളൂ. വർദ്ധിപ്പിക്കാം എന്നവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പുലി നഖങ്ങൾ അണിഞ്ഞും പുലിവാലും പുലിമുഖവും അരമണിയുമെല്ലാം കണ്ടും തൊട്ടുമറിഞ്ഞാണ് മന്ത്രി മടങ്ങിയത്. സീതാറാമിൽ ദേശത്തിന്റെയും കുട്ടൻകുളങ്ങര ദേശത്തിന്റെയും പുലിക്കളി മഹോത്സവത്തിന്റെ പോസ്റ്ററുകളും മന്ത്രി പ്രകാശനം ചെയ്തു. MLA രാജൻ ജെ പല്ലൻ, ഡെപ്യൂട്ടി മേയർ M പ്രസാദ്, കൌൺസിലർ അഞ്ജലി, പുലിക്കളി സംഘാടക സമിതി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സഹായം വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം നിവേദനം ബഹുമാനപ്പെട്ട MLA രാവിലെ തന്നെ രാമനിലയത്തിലെത്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നൽകിയിരുന്നു. സർക്കാർ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഒരു സാംസ്കാരിക മൂലധനമാണ് തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരമാണെങ്കിലും പുലിക്കളിയാണെങ്കിലും ഒക്കെ. ഒരു ആ സാംസ്കാരിക മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. പുലിക്കളി കലാകാരന്മാർ ഒരുപാട് പണം ചെലവഴിച്ചിട്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നത്. ഗവൺമെൻറ്റിന് സഹായമൊക്കെ വളരെ തുച്ഛമാണ്. ഇപ്പോൾ നമ്മൾ വർദ്ധിപ്പിച്ചാൽ പോലും അവരുടെ ആകെ ചെലവിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മൾ വർദ്ധിപ്പിച്ചാൽ പോലും ആവുന്നുള്ളൂ. എങ്കിലും വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സായ് ജൂഡോ സെലക്ഷൻ ട്രയൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തൃശൂർ ആൺകുട്ടികളുടെ ജൂഡോ റെസിഡൻഷ്യൽ സ്കീമിലേക്ക് പ്രതിഭാധനരായ കായിക താരങ്ങളെ തെരഞ്ഞെടുക്കാൻ സെലക്ഷൻ ട്രയൽസ് ഓഗസ്റ്റ് 3 രാവിലെ 7 മണിക്ക് അക്വാട്ടിക് കോംപ്ലക്സിൽ വെച്ച് നടത്തുന്നുണ്ട്. ട്രയൽസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ സ്പോർട്സ് കിറ്റിനോടൊപ്പം ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, കായിക നേട്ടങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും പകർപ്പുകളും നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുക. മത്സ്യബന്ധന ഹാർബറുകളിൽ പ്രതീക്ഷയോടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ മുതൽ ബോട്ടുകൾ കടലിലിറങ്ങും. ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ നാട്ടിലേക്ക് പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്തി. ബോട്ടുകൾ എഞ്ചിൻ പണിയും മറ്റും കഴിച്ച് പെയിന്റ് അടിച്ചൊരുങ്ങിക്കഴിഞ്ഞു. പുതിയ വലകളും തയ്യാറായി. ഐസും വെള്ളവും മറ്റ് അവശ്യ സാധനങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കിളിമീൻ, കൂന്തൽ, ചെമ്മീൻ എന്നിവയിലാണ് ബോട്ടുകാർക്ക് ഇത്തവണ പ്രതീക്ഷ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമില്ലെങ്കിലും മത്സ്യത്തിന്റെ ലഭ്യതയിൽ വലിയ കുറവ് രേഖപ്പെടുത്തി. മീനിന്റെ വില ഗണ്യമായി വർദ്ധിക്കാൻ കാരണമായി. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ ആവശ്യാനുസൃതം മത്സ്യം ലഭിക്കുകയും നിലവിലെ വില കുറയുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് പൊതുവിലുള്ളത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ദിനം ആചരിച്ചു. സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ദിനാചരണം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രൊമോട്ടർ ഫാദർ ജോൺസൺ കുണ്ടുകുളം CLC പതാക ഉയർത്തി. തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അദ്ദേഹം
സ്മാർട്ട് ക്ലാസിൽ നടന്ന പൊതുസമ്മേളനം യൂണിറ്റ് പ്രസിഡന്റ് സോണി ജോർജിന്റെ അധ്യക്ഷതയിൽ നിർവഹിച്ചു. സമ്മേളനം റവറന്റ് ഫാദർ ജോൺസൺ കുണ്ടുകുളമാണ് ഉദ്ഘാടനം ചെയ്തത്. മദർ സുപ്പീരിയർ സിസ്റ്റർ റൊമാന മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് CLC പ്രസിഡന്റ് നിതിൻ ഇഗ്നേഷ്യസ്, പള്ളി കൈക്കാരൻ തോമസ് KK, വനിതാ വിഭാഗം പ്രതിനിധി ഷിൻസി ബെൻസൺ, തൃശൂർ രൂപത ജോയിന്റ് സെക്രട്ടറി റോബർട്ട് CJ എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രോഗ്രാം കൺവീനർ ബാബു തരകൻ സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബാബു ജോസ് നന്ദിയും അറിയിച്ചു. തൃശൂർ അതിരൂപത മുൻ പ്രസിഡന്റ് PJ സ്റ്റൈജു മാസ്റ്റർ ഇന്ന് കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ആത്മീയ ദർശനങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. CLC കുടുംബാംഗങ്ങൾക്കായി സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. സർവീസ് റോഡിനോട് ചേർന്ന് അഴുക്കുചാലില്ല. കല്ലിടുക്കിൽ വെള്ളക്കെട്ടും കൊതുക് ശല്യവും പകർച്ചപ്പനിയും രൂക്ഷം. ദേശീയപാത കല്ലിടുക്കിൽ റോഡിന്റെ ഇരുഭാഗത്തേക്കുമുള്ള സർവീസ് റോഡിനോട് ചേർന്ന് അഴുക്കുചാലില്ല. ഇതുമൂലം പ്രദേശത്തുള്ള കൂറ്റൻ പാറക്കെട്ടിൽ നിന്ന് സ്ഥിരമായി ഊർന്നുവരുന്ന വെള്ളവും മഴവെള്ളവും സർവീസ് റോഡിനോട് ചേർന്ന് കെട്ടിക്കിടന്ന് വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നു. വെള്ളക്കെട്ടിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് മൂലം പ്രദേശത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ദേശീയപാത നിർമ്മാണ സമയം മുതൽ പ്രദേശത്ത് അടിപ്പാത വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. കല്ലിടുക്ക് സമരസമിതി കൺവീനർ സുഭാഷ് കല്ലിടുക്ക് പറഞ്ഞു. പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് വരുന്ന ഭാഗത്താണ് ഏറെയും പ്രശ്നം. ദേശീയപാത നിർമ്മാണ സമയത്തിന് മുൻപ് തന്നെ മേഖലയിൽ വലിയ പാറക്കെട്ടുണ്ടായിരുന്നു. മഴയില്ലാത്ത സമയങ്ങളിൽ പോലും പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് വെള്ളം നീരുറവയായി പുറപ്പെടുന്നു. ഇതിന് ഒഴുകിപ്പോകാൻ യാതൊരു വഴിയുമില്ല. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വെള്ളം കെട്ടിക്കിടക്കുന്നത് സർവീസ് റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാകുന്നു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പ്രദേശത്ത് സർവീസ് റോഡിനോട് ചേർന്ന് അഴുക്കുചാൽ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. നിലവിലെ മഴ സാഹചര്യം കണക്കിലെടുത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കല്ലിടുക്ക് ജംഗ്ഷൻ പരിസരമാണ്. ഈ അടിപ്പാതയില് തന്നെ രണ്ട് സൈഡും അഴുക്കുചാലും, രണ്ട് സൈഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും എസ്റ്റിമേറ്റിലും പ്ലാനിലും ഒക്കെ ഉള്ളതാണ്. നാളിതുവരെയായിട്ടും അവര് ഇവിടെ പണം തട്ടില്ല. പല പ്രാവശ്യം അവരെടുത്ത് NHIയുടെ പ്രൊജക്ട് ഡയറക്ടറെ അടുത്ത് വിവരം ധരിപ്പിച്ചിട്ടും രേഖാമൂലം അപേക്ഷയായി കൊടുത്തിട്ടും അവര് യാതൊരുവിധ നടപടി സ്വീകരിക്കുന്നില്ല. ചെയ്യാന്ന് പറയാന്നല്ലാതെ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഈ ചെടികള് പുല്ലൊക്കെ ചീഞ്ഞിട്ട് കൊതു മുട്ടിയിട്ട് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഉള്ള രോഗങ്ങൾ പരിസരവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിലാണ്. അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട് കാര്യം. അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറിയും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇതിന് വേണ്ട ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നാണ് നമുക്ക് കല്ലിടുക്ക് ജനകീയ സമിതിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സർവീസ് റോഡിന്റെ രണ്ട് സൈഡും കാടും അതുപോലെ തന്നെ ഈ പാറയുടെ നിന്നുള്ള ഉറവും, ഈ ഉറവും കാരണം വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുക. ഇത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡെങ്കിപ്പനി അതുപോലെയുള്ള മറ്റുള്ള മാരകമായ അസുഖങ്ങൾ ബാധിക്കാനുള്ള അവസ്ഥ ഉണ്ടെന്ന് തന്നെ പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ട് വരണമെങ്കിൽ NHI ഈ സർവീസ് റോഡിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ട് സൈഡിലേക്കും കാനുകൾ ഡൈനേജ് പണിത് മാത്രമേ ആ ഉറവ് വെള്ളം അതിൽ ഒഴുകിപ്പോകണം. എന്നാലേ ഇതിനൊരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. വേറെ പറയാനില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സർവീസ് റോഡാണ്. ഈ ഹൈവേയുടെ രണ്ട് സൈഡും സർവീസ് റോഡാണ്. അപ്പുറത്തോടെ പോണവർ ഈ ഏറ്റവും കൂടുതൽ കഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 വീലറിൽ പോണവർക്കാണ് ഏറ്റവും വലിയ കഷ്ടം. കാരണം ഒരു വണ്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവര് വെള്ളം കിളൊന്നും നോക്കില്ല, അതിന്റെ മുടികളെ പോകും. ആ സൈഡിൽ കൂടെ പോണ 2 വീലർ ആകെ കുളിച്ച് ചെളിയിൽ മുങ്ങും. ഇതാണ് അവസ്ഥ. അപ്പൊ അത് NHI പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞില്ല, എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല അവരോട്. പക്ഷെ അവർ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കേസ് ഇതാണ്. ഇതിന് ഡ്രൈനേജ് തന്നെ നിർമ്മിക്കുക. കാരണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ട് സൈഡിലേക്കും ഈ പാറയുള്ളതുകൊണ്ട് ഉറവിന് യാതൊരു മാറ്റമുണ്ട്. ഉറവ് പറഞ്ഞതിന് പാർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ആ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളൂ. മഴ ശക്തമായി പീച്ചിയിൽ ജലനിരപ്പ് ഉയരുകയാണ്. കഴിഞ്ഞ വർഷം ഷട്ടറുകൾ തുറന്നത് ജൂൺ 28-നായിരുന്നു. പീച്ചി അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ് 71.42 മീറ്ററാണ്. ഇത് മൊത്തം സംഭരണശേഷിയുടെ 27.3% മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 76.63 മീറ്റർ ജലം അണക്കെട്ടിലുണ്ടായിരുന്നു. ഇത് മൊത്തം സംഭരണശേഷിയുടെ 62%. കഴിഞ്ഞ വർഷം ജൂൺ 28-ന് അണക്കെട്ടിന്റെ 4 ഷട്ടറുകൾ 1 ഇഞ്ച് വീതം തുറക്കുകയും ചെയ്തിരുന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ നീരൊഴുക്കുകൾ സജീവമായതോടുകൂടി പ്രതിദിനം 2 മുതൽ 3 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതിനാൽ മഴ മാറിയാലും ജലനിരപ്പിൽ ഗണ്യമായ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ
പാലക്കൽ ഭാഗത്തെ KSTP കോൺക്രീറ്റിംഗ് പ്രവർത്തികൾ നടക്കുന്നതിനാൽ 2026 ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 11 വരെ ജില്ലാ കളക്ടർ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വഴിതിരിച്ചുവിടുന്ന റൂട്ടുകളിലെ സ്റ്റോപ്പുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ അനുവാദമില്ല. കൊമ്പൻ ശങ്കരനാരായണന്റെ സെൽഫി കുളി. ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടയിൽ കൊമ്പൻ ശങ്കരനാരായണന്റെ മരത്തിൽ ശരീരമുരച്ചുള്ള സ്വയം കുളി കാണാം. കർക്കിടക മാസത്തിൽ ആനകളുടെ സുഖചികിത്സാ കാലത്ത് പാപ്പാന്മാർ ആനകളെ ചകിരി, കല്ല് എന്നിവ കൊണ്ട് ഉരച്ചു കുളിപ്പിക്കും. നാട്ടാനകളിൽ രക്തചംക്രമണത്തിനും ആരോഗ്യത്തിനും ഇത് സഹായകരമാണ്. ഈ ആനയുടെ സെൽഫി കുളി ആനത്താവളം സന്ദർശകർക്ക് കൗതുക കാഴ്ചയായി. ആനക്കോട്ട സന്ദർശനത്തിൽ പകർത്തിയ ഒരു ദൃശ്യമാണിത്. മറ്റൊരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകളിലേക്ക് വീണ്ടും. കിടപ്പിലായ വയോധികയുടെ ദേഹത്തണിഞ്ഞിരുന്ന 22 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ഹോം നഴ്സിനെയും കൂട്ടാളിയെയും ഗോവയിൽ നിന്ന് മാള പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം സ്വദേശിനി അനുഷ, പത്തനംതിട്ട മൈലപ്പാറ സ്വദേശി എബ്നസർ പ്രിൻസ് എന്നിവരാണ് അറസ്റ്റിലായത്. മാള പൊയ്യ സ്വദേശി അമ്പുക്കൻ വീട്ടിൽ എബ്രഹാം എന്നയാളുടെ ഭാര്യ വീണ് പരിക്കേറ്റ് കിടപ്പിലായതിനെ തുടർന്ന് പരിചരണത്തിനായി ഹോം നഴ്സിനെ നിയമിച്ചു. പരാതിക്കാരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാര്യയുടെ ദേഹത്തണിഞ്ഞ 22 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഹോം നഴ്സായ അനുഷ മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ട്രെയിനിന് മുകളിൽ കയറി ഇലക്ട്രിക് ലൈനിൽ പിടിച്ച യുവാവിന് ഷോക്കേറ്റു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ 4ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപം വെച്ചാണ് സംഭവം.
ഗുഡ്സ് ഷെഡിനടുത്ത് നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ യുവാവ് ഇലക്ട്രിക് ലൈനിൽ പിടിക്കുകയായിരുന്നു. ഷോക്കേറ്റ് നിലത്തേക്ക് തെറിച്ചു വീണു. വസ്ത്രങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു. ഉടൻ റെയിൽവേ അധികൃതർ ലൈൻ ഓഫ് ചെയ്തു. ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് നൽകിയില്ലെന്ന വിരോധത്താൽ ലോറി ഡ്രൈവറെ തടഞ്ഞ് ആക്രമിച്ച് ലോറി തല്ലിത്തകർത്ത 5 പ്രതികൾ അറസ്റ്റിലായി. വേളൂക്കര നടവരമ്പ് സ്വദേശി എലൂപ്പറമ്പിൽ വീട്ടിൽ സനൽ, തെക്കുംകര കോണത്തുകുന്ന് സ്വദേശി കണ്ണൻ, എടക്കുളം സ്വദേശി മനീഷ്, എടത്തിരിഞ്ഞി സ്വദേശി ഹരികുമാർ, അമ്മാടം വെങ്ങണിശ്ശേരി സ്വദേശി ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. കിഴക്കുംപാട്ടുകര പരേതനായ ചിറ്റിലപ്പള്ളി അന്തോണി ഭാര്യ ത്രേസ്യ നിര്യാതയായി 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോൺസൺ, പോൾ, വിൽസൺ, ജോസഫ്, റാഫി, ഷെർലി എന്നിവർ മക്കളും ത്രേസ്യ, ഷാജി, മേഴ്സി, ബെറ്റി, ഷീജ, ബാബു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ ഉടൻ നിയമിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. കേരള സ്റ്റേറ്റ് CBSE ക്ലസ്റ്റർ 10 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്റ്റേറ്റ് മെഡൽ നേടിയ അനുപമ വി ജോയിയെ അനുമോദിച്ചു. സാംസ്കാരിക സിനിമ ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന് സ്വീകരണം നൽകി DCC. ട്രെയിനിന് മുന്നിൽ ചാടി പുത്തൂർ പൊന്നൂക്കര സ്വദേശി 61 വയസ്സുള്ള ശശാങ്കൻ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.